നഗരത്തിലെ മണ്ഡലങ്ങളിൽ തരൂരിന്റെ വോട്ടുകൾ വ്യാപകമായി ചോർന്നെന്ന സൂചന. കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ സംഭാഷണം കൈരളി ന്യൂസിന്. ബൂത്തിലെ ഇൻ ഏജന്റിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നതാണ് ഫോൺ സംഭാഷണത്തിൽ. ആദ്യം ആ സംഭാഷണത്തിലേക്ക്. ചേട്ടാ നമസ്കാരം, സജുവാണ്. നിനക്ക് ഈ അന്നേ ദിവസം ഇലക്ഷന്റെ അന്നേ ദിവസേ ഈ ബൂത്ത് കൈകാര്യം ചെയ്തോണ്ടിരുന്നില്ലേ, നമ്മുടെ ബൂത്ത് ഇൻ ഏജന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ബൂത്തിൽ ഇറങ്ങാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്ന ബൂത്തിൽ വെറുതെ ഇരുന്നാൽ മതിയോ? ഇപ്പൊ തൽക്കാലം വെറുതെ ഇരുന്നാൽ മതി, കാരണം വെരിഫൈ ചെയ്ത ബുക്കുണ്ട്. ആര് വെരിഫൈ ചെയ്തവർക്കല്ലേ അറിയാവോ? അല്ല എനിക്ക് എന്തെങ്കിലും അറിയാം? വെരിഫൈ ചെയ്യാൻ ആരും പോയില്ല, യഥാർത്ഥം പറഞ്ഞ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ആ പാർട്ടിയെ പറ്റിക്കുകയല്ലേ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഏൽപ്പിച്ച ആൾക്കാരെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ആരൊക്കെയാണെന്ന്. നിങ്ങൾ തുറന്ന് പറയണമായിരുന്നു, കമ്മിറ്റി പറഞ്ഞ് നമ്മൾ ആരെയും സംവിധാനം ചെയ്യണമായിരുന്നു. ഞാൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പാർട്ടി ഒരു സുനിച്ചേട്ടനോട് കൊടുക്കാം. ഈ കൊടുത്തിട്ട് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് കേട്ട് ഒരാളായിട്ട് വെറുതെ ഇരിക്കാന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ ലിസ്റ്റ് കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഈ പാർട്ടിയെ പറ്റിക്കുകയാണെന്നാണ് ഇതിനർത്ഥം. കാര്യം നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് അതെ അതാണ്. ആരെങ്കിലും വെരിഫൈ ചെയ്ത് തന്നിരുന്നെങ്കിൽ ധൈര്യമായിട്ട് ഒരാളിനെ കയറാം. വെരിഫൈ ചെയ്യുമ്പോൾ അതിലെ എല്ലാ സത്യവും വോട്ടർമാരെ തിരിച്ചറിയാതെ ഞാൻ വെറുതെ നമ്പർ ടിക്ക് ചെയ്യേണ്ട അർത്ഥം എന്തോ? അതിനകത്ത് വെറുതെ ഇരുന്നാ പോരെ? വെറുതെ അതാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന ആളല്ല ഞാൻ. വെരിഫൈ ചെയ്ത് വോട്ടർമാരെ ക്ലാരിഫിക്കേഷൻ ചെയ്താൽ അവിടെ ഇരുന്ന അർത്ഥം ഉണ്ടല്ല. വെറുതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം കാര്യം മര്യാദ ഇരുന്നാൽ പോരെ? പണി മതിയാക്കിട്ട് വീട്ടിൽ പോയി. എന്ത് കഷ്ടമെന്ന് അറിയാമോ ഞാൻ പറയുന്നത്. ഇല്ലാത്ത ഈ പണി മതിയാക്കി വീട്ടിൽ പോവുക. വെറുതെ കതറൂട്ട മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ? എന്ത് സമാധാനം പറയാം? അതന്നെ, അതാണ് ഞാൻ ഫസ്റ്റ് ഇപ്പം പറഞ്ഞത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോവുക. കഴിയുന്നവരെങ്കിൽ എടുക്കും. ഇമ്മ കതറൂട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ട്. ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്താൻ? നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. അല്ല ഇനിയിപ്പം എന്തായാലും ഞാൻ പറയാൻ പാടില്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ആ ബൂത്ത് ആളില്ലെന്ന് നിങ്ങൾ വിചാരിച്ച് കിടക്കട്ടെ, അതിനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയല്ല, നമ്മുടെ സ്ഥാനാർത്ഥി ബൂത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലേ ഞാനവിടെ വോട്ട് കൂടെയൊന്നും ഇല്ല. അങ്ങനെയല്ല, അതല്ല നമ്മുടെ സ്ഥാനാർത്ഥി വിളിച്ചവിടെ ഇരുത്തിയാ പോരെ? ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിക്ക് ഇന്നേജന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? അത് തന്നെ, ആ കഴിവുകേട് ആർക്കൊക്കെ ബാധിക്കും? ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് പറയാം, ഒരു INTC കാരനെ വിളിച്ചിട്ടെടുത്ത്, അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി, ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി. എനിക്കതിന് വേറെ ഒന്നും പറയാല്ല. നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റൂല. ഞാൻ വെറുതെ അങ്ങനെ ഒന്നും കാര്യമൊന്നുമില്ല. നിർബൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നിർബൻ, അതായത് നഗരത്തിലെ മണ്ഡലങ്ങളിൽ തരൂരിന്റെ വോട്ടുകൾ ചോർന്നെന്നാണ് ലഭിക്കുന്ന സൂചന. ഇപ്പോൾ പുറത്തുവിട്ട സംഭാഷണത്തിൽ ബൂത്തിലെ ഇൻ ഏജന്റിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നതാണ് ആ സംഭാഷണത്തിൽ കേൾക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ ആര്യ, ബൂത്തിലെ ഇൻ ഏജന്റ് ആയി ആളെ ലഭിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. 274 ബൂത്തുകളിൽ ഇരിക്കാൻ കോൺഗ്രസിൻ്റെ പോളിംഗ് ഇൻ ഏജന്റുമാർ ഇല്ലായിരുന്നു എന്നതാണ്. അതിൽ ഒരു ഇൻ ഏജന്റായി ഇരിക്കാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് കൂടി ഒരു പ്രവർത്തകനോട് ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ഈ തലസ്ഥാനത്തെ നഗരത്തിലെ പല പ്രധാനപ്പെട്ട കോൺഗ്രസിന് സ്വാധീനമുള്ള പോളിംഗ് ബൂത്തുകളിൽ പോലും ഇൻ ഏജന്റുമാരുമാരായി ആൾക്കാരില്ലായിരുന്നു എന്നാണ്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ നിരവധി ബൂത്തുകളിൽ ഇൻ ഏജന്റുമാരില്ലായിരുന്നു. പാറശാലയിൽ, നെയ്യാറ്റിൻകരയിൽ, കഴക്കൂട്ടത്ത്, വട്ടിയൂർക്കാവിൽ, കോവളം മണ്ഡലത്തിലടക്കം നിരവധി ബൂത്തുകളിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം മണ്ഡലത്തിലും കഴക്കൂട്ടത്തും അടക്കം വരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ കോൺഗ്രസിന്, തരൂരിന് വോട്ട് ചോർന്നിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. അത് ഈ പേട്ടയിലെ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടുള്ള പാറ്റൂർ സുനിലാണ് ഒരാൾ, ഇതിൽ സംസാരിക്കുന്ന ഒരാൾ. മറ്റൊന്ന് കുറവങ്കോണത്തെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള സജു അമർദാസാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു പ്രവർത്തകനെ നിർബന്ധിക്കുകയാണ് ഒരു ബൂത്തിൽ ഇൻ ഏജൻ്റായി ഇരിക്കണമെന്ന കാര്യം. അപ്പോൾ അദ്ദേഹം തിരിച്ച് മറുപടിയായി ചോദിക്കുന്നു, ഈ ലിസ്റ്റ് വെരിഫൈ ചെയ്യാതെ താൻ എങ്ങനെയാണ് ഈ ബൂത്തിൽ ഇൻ ഏജൻ്റായിട്ട് ഇരിക്കുക, എങ്ങനെയാണ് വോട്ടർമാരെ തനിക്ക് തിരിച്ചറിയാൻ കഴിയുക എന്ന ചോദ്യത്തിന് നേതാക്കൾ രണ്ടുപേർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. ഇനി വലിയ തരത്തിൽ ഈ ശശി തരൂരിനെ പോലൊരു നേതാവിന് ബൂത്തിൽ ഇൻ ഏജൻ്റ് ഇല്ലാത്ത ഒരവസ്ഥ വന്നാൽ ഞങ്ങളെല്ലാം മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സഹായിക്കണമെന്നാണ് ആ പ്രവർത്തകനോട് ചോദിക്കുന്നത്. പ്രവർത്തകർ
മറുപടി പറയുന്നു, ഇനി വേറെ ഒന്നും ചെയ്യാനും കഴിയില്ല, വല്ല INTUC ആൾക്കാരെ പ്രവർത്തകരാരെങ്കിലും പിടിച്ചവിടെ ഇരുത്തു, അല്ല എങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളി വല്ല ഹിന്ദിക്കാരെയും പിടിച്ചിരുത്തു എന്ന് ആ പ്രവർത്തകൻ തന്നെ തിരിച്ചു പറയുന്നുണ്ട്. അത്ര ദയനീയമായിരുന്നു തലസ്ഥാനത്തെ നഗരമണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം. തരൂരിനെ സ്ഥിരമായി പിന്തുണച്ച പ്രദേശങ്ങളാണ് കഴക്കൂട്ടവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലവും വട്ടിയൂർക്കാവ് അടക്കമുള്ള പ്രദേശങ്ങൾ. അവിടെ തന്നെ ശശി തരൂരിന് ലഭിക്കേണ്ട ബൂത്തുകളിൽ, വോട്ട് ലഭിക്കേണ്ട ബൂത്തുകളിൽ പലതിലും കോൺഗ്രസ് വോട്ട് വന്ന് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഒരു കാര്യം. ഒപ്പം തന്നെ അവിടങ്ങളിലൊന്നും 274 ബൂത്തുകളിലാണ് കോൺഗ്രസിന് ഇന്നേജന്റുമാർ പോലും ഇല്ലായിരുന്നത്. ശശി തരൂർ അടക്കം വരുന്ന കോൺഗ്രസ് നേതാക്കൾ നിരവധി ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരവധി തുക പണം മുടക്കിയെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പണമൊന്നും ബൂത്തുകളിൽ താഴെ തട്ടിൽ പ്രവർത്തകരുടെ കയ്യിൽ എത്തിയില്ല എന്ന വിമർശനവുമുണ്ട്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വലിക്കുന്ന പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച വിമർശനം ഉയർന്നിരുന്നു. ആ കമ്മിറ്റിയിൽ തന്നെ ഈ ഇന്നേജന്റുമാരില്ലാത്ത ബൂത്തുകളുടെ പട്ടിക അതിൻ്റെ നേതൃത്വത്തിലുള്ളവർ നൽകിയിരുന്നതാണ്. പക്ഷേ അത് പരിഗണിക്കുകയോ അത് പരിശോധിക്കുകയും ചെയ്തില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 2 നാൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വീണ്ടും വളരെ ദയനീയമായ അവസ്ഥയാണെന്ന് തിരുവനന്തപുരത്ത് ചുമതലയുള്ള ഒരു നേതാവ് തന്നെ ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ, അടിയന്തര യോഗത്തിൽ മുന്നോട്ട് വച്ചു. ഏകദേശം 200-ന് പുറത്ത് ബൂത്തുകളിൽ ഇന്നേജന്റ് ഇല്ലാത്ത അവസ്ഥയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വിമർശനമുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ നഗരത്തിലെ മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീരപ്രദേശങ്ങളിൽ തരൂരിന് അനുകൂലമായി ചില വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും തരൂരിനെ പിന്തുണച്ചിരുന്ന വോട്ടിൽ വലിയ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട നഗരത്തിലെ മണ്ഡലങ്ങളിലാവുമ്പോൾ ആ ചോർച്ച BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കാജനകമായ വാർത്തയാണ്. നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ ഈ മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച പറ്റിയെന്ന വിമർശനം ഇതിനകം തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. 274 ബൂത്തുകളിൽ ഇന്നേജന്റുമാർ പോലും ഇല്ലാതെ ഇത്രയും ദിവസം 1.5 മാസക്കാലം പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടും അതുപോലും സംഘടിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനമുണ്ട്. നേരത്തെ തന്നെ തരൂര് പ്രചരണ രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂക്കി വിളിച്ച് അധിക്ഷേപിക്കുന്ന സംഭവം വരെ ബാലരാമപുരത്തുണ്ടായി. മണ്ടന്തരയിൽ അദ്ദേഹത്തിൻ്റെ പരിഗണന വാഹനം തടഞ്ഞു. ഒപ്പം തന്നെ നാലാഞ്ചിറയിൽ തമ്മിലടിയുണ്ടായി. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റിന് മർദ്ദനമേറ്റു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ തരൂർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയ മുതൽ തലസ്ഥാനത്തുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം വരുന്ന വിവരങ്ങളെന്ന് പറയുന്നത് തലസ്ഥാനത്തെ തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ തരത്തിൽ തരൂരിൻ്റെ വോട്ടിൻ്റെ ഭാഗത്ത് ചോർച്ചയുണ്ടായി. പല സ്ഥലങ്ങളിലും കോൺഗ്രസ് അനുകൂലമായി ലഭിക്കുന്ന വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. പല സ്ഥലങ്ങളിലും ഈ ഇന്നേജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു ബ്ലോക്ക് പ്രസിഡന്റും ഒപ്പം തന്നെ ഒരു മണ്ഡലം പ്രസിഡന്റും കൂടി ഒരു പ്രവർത്തകനോട് ഇന്നേജന്റായി ഇരിക്കാൻ അഭ്യർത്ഥിക്കുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പാറ്റൂർ സുനി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനി വേറെ നിവർത്തിയൊന്നുമില്ല, വെറുതെ അവിടെ പോയി ഇരുന്നാൽ മതി എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ പ്രവർത്തകൻ അത് അംഗീകരിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ വല്ല INTUCക്കാരനെ ആരെങ്കിലും പിടിച്ചിരുത്തു, അല്ലെങ്കിൽ ഹിന്ദിക്കാരെ ആരെങ്കിലും നോക്കൂ എന്നാണ് പ്രവർത്തകൻ ബ്ലോക്ക് പ്രസിഡന്റിനോട് പറയുന്നത്. ആര്യ നിർഭൻ, നോക്കൂ, സ്വന്തം മണ്ഡലത്തിൽ ഇന്നേജന്റിനെ കിട്ടാനില്ലെന്ന് വ്യക്തമായതോടെ ഇതര സംസ്ഥാന തൊഴിലാളിയെ വരെ ഇന്നേജന്റ് ആക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ശ്രമം നടന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് കോൺഗ്രസിന് വലിയൊരു ക്ഷീണം തന്നെയല്ലേ? തീർച്ചയായും ആര്യ, ഇത് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇരുത്തിയോ എന്നുള്ളതല്ല, അത്ര ദയനീയമായിരുന്നു. അതായത് പ്രവർത്തകൻ തന്നെ പറയുകയാണ്, ഇനി വേറെ രക്ഷയൊന്നുമില്ല, INTUCക്കാരനെ ആരെങ്കിലും നോക്കൂ, അവിടെ ആരെങ്കിലും പിടിച്ച് പേരിനൊരാളിനെ ഇരുത്തൂ, അല്ല എങ്കിൽ വല്ല ഹിന്ദിക്കാരെയും നോക്കൂ എന്ന് ബ്ലോക്ക് പ്രസിഡന്റിനോട് പറയുകയാണ്. ഒപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റിനോട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെ ഖദറൊക്കെ ഇട്ട് നടന്നിട്ട് എന്താ കാര്യം, നിങ്ങൾ പാർട്ടിയെ വഞ്ചിക്കുകയല്ലേ, ഇത്രയും ദിവസം താഴെ തട്ടിൽ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് മണ്ഡലം പ്രസിഡന്റ്, കുറവങ്കോണത്തെ മണ്ഡലം പ്രസിഡന്റ് സജു അമർദാസിനോടും ഒപ്പം തന്നെ പാറ്റൂർ സുനി, അദ്ദേഹം പട്ടത്തെ ബ്ലോക്ക് പ്രസിഡന്റാണ്, രണ്ടുപേരോടും അദ്ദേഹം തന്നെ, ഈ പ്രവർത്തകൻ തന്നെ പറയുന്നു, പ്രവർത്തകനെ നിർബന്ധിച്ചിട്ടും പ്രവർത്തകൻ തയ്യാറാകുന്നില്ല. കാരണം ഒരാളെ പോലും, ഒരു വോട്ടർമാരെ പോലും അറിയാതെ താൻ എന്തിനാണ് അവിടെ വെരിഫിക്കേഷൻ പോലും നടത്താതെ ഈ ബൂത്തിൽ പോയി ഇരിക്കുന്നത്, അത് വഞ്ചിക്കലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശശി തരൂരിൻ്റെ 1.5 മാസത്തെ പ്രവർത്തന രംഗത്ത് വ്യാപകമായി പണം ഒഴുക്കിയിട്ട് പോലും അത് പ്രവർത്തകരിലേക്ക്, താഴെത്തട്ടിലേക്ക് ആ പണം ചിലവഴിക്കപ്പെട്ടില്ല. ഇടനിലക്കാരിലേക്ക് പണം പോയി. പ്രവർത്തന രംഗത്ത് പലതരത്തിലുള്ള വീഴ്ചകളുണ്ടായി. തരൂരിന് വലിയ തരത്തിൽ പ്രതിഷേധം അദ്ദേഹത്തെ നേരിടേണ്ടി വന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. നഗരപ്രദേശങ്ങളിലെ വോട്ട് തരൂരിൽ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി ഗുണമാകുന്നത് BJPക്കാകുമെന്ന കണക്കുകൂട്ടലും ആശങ്കയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട്. ആര്യ, അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫിക്കേഷൻ നടത്തിയില്ലെന്ന നേതാവിന്റെ കുറ്റസമ്മതവും ഈ ഒരു സമയത്ത് പുറത്തു വരുന്നുണ്ട്.
ആര്യ, തീർച്ചയാണ്. കാരണം ഈ വീഴ്ചകളൊക്കെ സൂചിപ്പിക്കുന്ന ഒന്ന്, ഈ പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. അതിലാണ് ശരത്ചന്ദ്ര പ്രസാദ് തൻ്റെ അതൃപ്തി രേഖപ്പെടുത്തുകയും അദ്ദേഹം ചുമതലയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തത്. അതിനുശേഷം പ്രവർത്തന രംഗത്ത് ചുമതല ഏൽപ്പിച്ചവർ അത് യഥാസമയം പ്രവർത്തനം ചെയ്യുന്നില്ല എന്നും താഴെത്തട്ടിൽ പ്രവർത്തനം എത്തുന്നില്ല എന്ന തരത്തിലുള്ള കണ്ടെത്തൽ ഇത് പ്രത്യേകം നിരീക്ഷിക്കുന്ന ഒരു സംഘം തന്നെ KPCC ആസ്ഥാനത്തിലുണ്ടായിരുന്നു. അവർ ഓരോ മണ്ഡലങ്ങളിലും ബൂത്തുകളിൽ പ്രവർത്തനമില്ലാത്തവരുടെ ലിസ്റ്റ് നൽകി. അവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് 15 ദിവസം ബാക്കിയുള്ളപ്പോൾ 274 ബൂത്തുകളിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇരിക്കാൻ ഇന്നേജന്റുമാരില്ല എന്ന വിവരം അറിയിക്കുന്നത്. പക്ഷേ അതിനുശേഷവും വേണ്ട നടപടി കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം എടുത്തിട്ടില്ല, പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ എടുത്തില്ല. അതിനുശേഷമാണ് അവസാനം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ബൂത്തുകളിൽ പോലും ഇന്നേജന്റുമാരെ ഇരുത്താൻ കോൺഗ്രസിന് കഴിയാത്തത്. ഒപ്പം തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് പ്രത്യേക നഗരപ്രദേശത്തിലെ പ്രദേശങ്ങൾ, അതായത് തീരപ്രദേശത്ത് ചില വോട്ടുകൾ സംഘടിതമായി തരൂരിന് അനുകൂലമായി പോയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ആ നേട്ടം തരൂരിന് ലഭിക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലെ BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരം അസംബ്ലി മണ്ഡലം, ഒപ്പം തന്നെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പ്രദേശങ്ങളിൽ തരൂരിന് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വോട്ട് രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ അടക്കം ഏകദേശം 60ഓളം ബൂത്തുകളിൽ ആളില്ലായിരുന്നു. പാറശാലയിൽ 9 ബൂത്തുകളിൽ ആളില്ലായിരുന്നു. കഴക്കൂട്ടത്ത് 44 ബൂത്തിൽ ആളില്ലായിരുന്നു. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആളില്ലായിരുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഈ വോട്ടിംഗ് പാറ്റേണിൽ വരുന്ന ഈ തരൂരിൽ നിന്ന് ഒലിച്ചു പോകുന്ന വോട്ട്, കോൺഗ്രസ് വോട്ട് എവിടേക്ക് പോകുമെന്ന് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തരൂർ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉളവാകുന്ന വാർത്തകളാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. ഈ പ്രവർത്തകൻ്റെ ശബ്ദരേഖയിൽ തന്നെ സമാനമായ പ്രശ്നങ്ങൾ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. അതിൻ്റെ തെളിവുകളാണ് ഈ ഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നത്. ആര്യ.